എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു എളുപ്പത്തിലുള്ളൊരു വാനില ക്രീം കേക്കിൻ്റെ റെസിപ്പി നോക്കാം. ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള കേക്കാണ്. അതുപോലെ നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് ബീറ്ററൊന്നും വേണ്ട, അല്ലാതെയാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ച് ഒരുപാട് ടൈപ്പിലുള്ള പ്ലം കേക്കും വൈനും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ടൈപ്പിലുള്ള കേക്കുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പ്ലേലിസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 മുട്ടയാണ് വേണ്ടത്. ഞാൻ 2 വലിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ബീറ്റ് ചെയ്യാനായിട്ട് ഇലക്ട്രിക് ബീറ്ററൊന്നും വേണ്ട. നിങ്ങൾക്ക് ഒരു വിസ്ക് വെച്ചിട്ടോ തടിത്തവി വെച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോ ഇത് ബീറ്റ് ചെയ്യാം. അപ്പം മുട്ട നന്നായിട്ടൊന്ന് ആദ്യം തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട എത്രത്തോളം നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നോ അത്രത്തോളം നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ കേക്ക് കിട്ടും. ഇപ്പോൾ മുട്ടയുടെ മഞ്ഞ നിറമൊക്കെ മാറിയിട്ട് ഒരു പെയിൽ യെല്ലോ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ഇട്ട് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഒന്നുകൂടെ മിക്സായി കിട്ടും. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ മുട്ടയുടെ ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്തിട്ട് പഞ്ചസാര അലിയുന്ന വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഹൈ സ്പീഡിലാണ് നമ്മളിപ്പോൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അലിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് എണ്ണ എന്ന് പറയുമ്പോൾ മണമില്ലാത്ത ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ വെണ്ണ ഉരുക്കിയതോ എടുക്കാം. 1/2 കപ്പാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണയും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 3/4 കപ്പ് മൈദയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. മൈദയിലോ ഗോതമ്പ് പൊടിയിലോ നിങ്ങൾക്ക് ഈ കേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. 3/4 കപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1 കപ്പ് തികച്ച് വേണ്ട. ഇതിലേക്ക് 1 നുള്ള് ഉപ്പ്, അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും വേണം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ ബേക്കിംഗ് സോഡ വളരെ കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറവ് മതി. 1-2 നുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അരിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അവസാനം വരുന്ന കട്ടകൾ കൈവച്ചിട്ടൊന്ന് തൂത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈവച്ചിട്ടോ തന്നെ വളരെ സോഫ്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ സ്പീഡിലാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, ഒരുപാട് ഓവർ ബീറ്റ് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് ഇനി ഇത് കൈവച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ നമ്മളിനി ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി എക്സ്ട്രാ ആയിട്ട് ചേർക്കും. അപ്പോഴാണ് ആ കേക്ക് ഒന്നുകൂടെ നല്ല സോഫ്റ്റും മോയിസ്റ്റും ഒക്കെ ആയി കിട്ടുന്നത്. അപ്പോൾ നമ്മളിതിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് അവസാനം ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് ഒന്നുകൂടെ നല്ല സോഫ്റ്റും മോയിസ്റ്റും ആയിട്ട് കിട്ടും. ഈ ബേക്കിംഗ് സോഡയും തൈരും കൂടെ ചേർന്നിട്ട് കേക്കിന് നല്ലൊരു സ്പോഞ്ചി എഫക്റ്റ് കൊടുക്കും ഈ തൈര്. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പകരം നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാലും തൈരും ഒക്കെ ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ഒരിക്കലും ചേർക്കരുത്. റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് മാത്രം ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു സ്പ്രിങ്കിൾസ് കേക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലും കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം. സ്പ്രിങ്കിൾസ് നമുക്കിതുപോലെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് കൂടുതൽ ചേർക്കാം. അപ്പോൾ സ്പ്രിങ്കിൾസ് എടുക്കുമ്പോൾ ഇതുപോലെ നീളത്തിലുള്ളത് എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് എപ്പോഴും റൗണ്ടായിട്ടുള്ള കുറച്ചുകൂടെ വലിയ സ്പ്രിങ്കിൾസ് കിട്ടുമെങ്കിൽ ഒന്നുകൂടെ നല്ല ഭംഗിയായിരിക്കും കേക്ക് ബേക്കായി കിട്ടുമ്പോൾ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഈ സമയത്ത് നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ. അതുപോലെ തന്നെ നമ്മളൊരു 7 ഇഞ്ചിൻ്റെ റൗണ്ട് കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. 6 ഇഞ്ചിൻ്റെയോ 7 ഇഞ്ചിൻ്റെയോ 8 ഇഞ്ചിൻ്റെയോ നിങ്ങൾക്ക് കേക്ക് ടിൻ എടുക്കാവുന്നതാണ്. അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഓവനിൽ മാത്രമല്ല കുക്കറിലും സോസ് പാനിലും ഒക്കെ നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഓവനില്ലാത്തവർ കുക്കറോ സോസ് പാനോ ഒക്കെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തട്ടിക്കൊടുത്തിട്ട് നമുക്ക് എയർ ബബിൾസൊക്കെ ഒന്ന് റിലീസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പ്രീഹീറ്റായി കിടക്കുന്ന അവനിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ ടിന്ന് വെച്ച് കൊടുത്ത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 40 മിനിറ്റാണ് ഞാനിവിടെ ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. 30 മിനിറ്റ് ആകുമ്പോൾ നിങ്ങളൊന്ന് നോക്കുക. ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ക്ലീൻ ആയിട്ട് വരാമെന്നുണ്ടെങ്കിൽ കേക്ക് റെഡി എന്നാണ്. അപ്പോൾ 40 മിനിറ്റ് വേണ്ടി ഒന്നും എനിക്ക് കറക്റ്റായിട്ട് ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് ഐസിങ് ഒക്കെ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. 2 കോലും ഹീറ്റാക്കിയിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ലോവസ്റ്റ് റാക്കിലാണ് കേക്ക് ടിൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കേക്ക് ഐസിങ് എല്ലാം ചെയ്ത് വന്നപ്പോൾ 1 കിലോയ്ക്കുള്ള കേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം.
ഈ കേക്കിൻ്റെ സൈഡിലുള്ള ബ്രൗൺ ആയിട്ടുള്ള ഭാഗമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രിം ചെയ്ത് കളയാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ഒരു സ്മൂത്ത് ഫിനിഷ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബേസും അതുപോലെ സൈഡും കളയാതിരിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ 2ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ 3ആയിട്ടോ 4ആയിട്ടോ ഒക്കെ ലെയർ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ കറക്റ്റ് 2 പകുതിയായിട്ട് നമ്മൾ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടുത്തെ സ്പ്രിങ്കിൾസിൻ്റെ ചില കളേഴ്സ് മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. ബാക്കി കളേഴ്സൊക്കെ അത് അങ്ങോട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പം സ്പ്രിങ്കിൾസ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ വലിയ ടൈപ്പിലുള്ളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ഭംഗിയായിരിക്കും കേക്ക് കട്ട് ചെയ്യുമ്പോൾ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ 2 ഈക്വൽ സൈസിലുള്ള ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ടുള്ള സ്പോഞ്ചാണ്. നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഈ കേക്കിന്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ക്രീം എങ്ങനെയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം 1 കപ്പ് ആണ് എടുത്തിട്ടുള്ളത്. 250 മില്ലിയാണ് 1 കപ്പ്. അപ്പോൾ ക്രീം എപ്പോഴും വിപ്പിംഗ് ക്രീം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വേണം ഇത് നമുക്ക് വിപ്പ് ചെയ്യേണ്ടത്. ഇതിലേക്ക് മധുരം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂണോളം മതിയാകും. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് കൂടി ചേർക്കാം. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം മിക്സിയുടെ ജാറിലിട്ട് ബീറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഒന്നുകൂടെ നല്ലത് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്നതാണ്. മിക്സിയുടെ ജാറിലിട്ടാൽ ചിലപ്പോൾ അത് കട്ടിയായി കിട്ടില്ല. അപ്പോൾ ഈ വിസ്ക് വെച്ചിട്ടുള്ള ബീറ്റ് ചെയ്യുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സമയം ബീറ്റ് ചെയ്യണം. 15 മിനിറ്റിന് മേലെ ഇത് ബീറ്റ് ചെയ്താൽ മാത്രമേ ഇത് തിക്കായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഞാനിത് വിസ്ക് വെച്ചിട്ട് ചെയ്താൽ ശരിയാകുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കിയാണ്. ശരിയാകും, പക്ഷേ കുറച്ച് സമയം എടുക്കും. ഇലക്ട്രിക് ബീറ്റർ ഉള്ളവർ ബീറ്റർ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്യുക. അപ്പം ചിലരുടെ കയ്യിൽ ബീറ്റർ കാണില്ല. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇത് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതുപോലെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ കേക്കിന് ഈ 1 കപ്പ് വിപ്പിംഗ് ക്രീം മതിയാകും. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കാം. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ സാധാരണ ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. പ്ലേറ്റിൻ്റെ സൈഡിലായിട്ട് കുറച്ച് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റ് ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിർബന്ധമൊന്നുമില്ല. കുറച്ച് വിപ്പിംഗ് ക്രീം നമ്മൾ വെച്ച് കൊടുത്തിട്ട് കേക്കിൻ്റെ പകുതി വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ഷുഗർ സിറപ്പ് വേണം. ഷുഗർ സിറപ്പ് എന്ന് പറയുമ്പോൾ പഞ്ചസാര ഒന്ന് തിളപ്പിച്ചിട്ട് അത് തണുപ്പിച്ചിട്ടുള്ള സിറപ്പാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ സിറപ്പാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു ടിന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള സിറപ്പാണ് നമ്മളിവിടെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ആ ഫ്രൂട്ട്സ് ഇട്ട സിറപ്പ് ആയതുകൊണ്ട് തന്നെ. അതിൽ നിന്നുള്ള ഫ്രൂട്ട്സ് നമുക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാനും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ സിറപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം ഫ്രൂട്ട് സിറപ്പ് ഇട്ടിട്ട് ബ്രഷ് ചെയ്യുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റായിട്ട് കിട്ടും. നമ്മൾ അതിൽ നിന്നുള്ള സിറപ്പ് എടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഫ്രൂട്ട്സ്. അതിൽ പല ചെറി, പൈനാപ്പിൾ, മാംഗോ അങ്ങനെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഏറ്റവും താഴെ വെച്ചിരിക്കുന്നത് കേക്കിൻ്റെ മുകൾ ഭാഗമാണ്. എപ്പോഴും നമ്മൾ കേക്കിൻ്റെ ബേസ് ഏറ്റവും മുകളിൽ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഷേപ്പിൽ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് നമ്മൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തിക്നെസ്സിലൊന്നും അല്ല, അത്യാവശ്യം തിക്നെസ്സിൽ. ഇനി ഇതിന് മുകളിലായിട്ട് ഈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട്സ് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ്. ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് ഷുഗർ സിറപ്പിലിട്ട് തലേദിവസം തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കിട്ടും. ഇത് തികച്ചും ഓപ്ഷണലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നമുക്ക് കേക്കിൻ്റെ മറ്റേ പകുതിയും കൂടെ ഇതിന് മുകളിലായിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് കാണാം കേക്കിൻ്റെ ബേസാണ് ഞാൻ മുകളിൽ വെച്ചിട്ടുള്ളത്. അതിന് മുകളിലായിട്ടും കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം ഇതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്യാനായിട്ട് സ്പാറ്റിലോ ഒന്നും തന്നെ വേണമെന്നില്ല. നമ്മുടെ സാധാരണ ഫോർക്കിൻ്റെയും നൈഫിൻ്റെയും കൂടെയുള്ള നൈഫ് എടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നൈഫ് എടുത്താലും മതിയാകും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്മൂത്ത് ഫിനിഷ് വരണമെന്നൊന്നും ഒരു നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇതിന് മുകളിലായിട്ട് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പം സ്മൂത്തായിട്ടൊന്നും ഫിനിഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിതുപോലെ ആക്കിയിട്ട് ഇത് ഫ്രിഡ്ജിലൊരു 15 മിനിറ്റ് ഒന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് സെറ്റാക്കി കിട്ടും. അപ്പോൾ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സൈഡിലുള്ള പേപ്പറൊക്കെ മാറ്റി ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം. സ്പ്രിങ്കിൾസിനൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈപ്പ് ചെയ്ത് റോസറ്റ്സ് പോലെയൊക്കെ മുകളിലും ഒക്കെ വെച്ച് കൊടുക്കാം. പൈപ്പിംഗ് ബാഗും നോസിലും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം അതൊന്നും ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് തീർച്ചയായിട്ടും ഈ സിമ്പിളായിട്ടുള്ള കേക്ക് ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം.
അതുപോലെ കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ടും കുറച്ച് സ്പ്രിങ്കിൾസ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിലുള്ളൊരു വാനില കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്തത്. ഇതിന് മുകളിലായിട്ട് ഒരു ചെറി കൂടെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നാളെ നമ്മൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്